ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പോർഷൻ തന്നെയാണ്. നമ്മൾ വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും പഠിച്ചു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രഷർ ബെൽറ്റ്സിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. സോ ഇഫ് എനിബഡി ഹാവ് വാച്ച്ഡ്, അപ്പോൾ ആ ഒരു സാധനം വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രഷർ ബെൽറ്റുകളെ പറ്റിയിട്ടുള്ള, അതായത് പാർട്ട് 3 ഓഫ് വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ, ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പാർട്ട് 3 കണ്ടിട്ടുണ്ടാവണം. ഈ പഠിക്കുന്ന എൻ്റയർ കണ്ടൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 80% ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ആ പാർട്ട് 3 എലോണാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് 3. ഒരു കാരണവശാലും പാർട്ട് 3 മിസ്സാകരുത് കേട്ടോ, ഉറപ്പ് വരുത്തിയിരിക്കുക. പാർട്ട് 2 കണ്ടിട്ട് ഇതിലേക്ക് വരുന്നവരോ ആദ്യമായിട്ട് പാർട്ട് 4 എടുത്തവരോ ഒക്കെ ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിൻഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ കുറച്ച് തിയറീസും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ പാർട്ട് 3 കണ്ട പ്രഷർ ബെൽറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് PYQs വന്നതാണ്. നിരന്തരം ഇപ്പോൾ 2025 ഒക്കെ നടന്ന ചോദ്യങ്ങളിൽ പോലും ആ പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് എന്നുള്ളതാണ്. സോ ആ ഒരു യാഥാർത്ഥ്യം അവിടെ ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് അബദ്ധം കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 3 ക്ലൈമറ്റിൻ്റേത് ഒരു കാരണവശാലും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പ്രഷർ ബെൽറ്റുകളെ പഠിച്ചതിനോടൊപ്പം തന്നെ ശേഷം വരുന്ന വിൻഡ് ഫ്ലോ അല്ലെങ്കിൽ എയർ ഫ്ലോവിനെ പറ്റിയിട്ടുള്ള, എയർ മാസിൻ്റെ ഫ്ലോവിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് നോക്കിയായിരുന്നു, വിച്ച് ഇസ് എസെൻഷ്യലി കോൾഡ് വിൻഡ് സിസ്റ്റംസ് അല്ലേ. അപ്പോൾ ഈ വാദങ്ങൾ അല്ലെങ്കിൽ വിൻഡ് സിസ്റ്റംസിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനും നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചിട്ടുണ്ടായി. അതിനകത്ത് ഗ്ലോബൽ വിൻസ് എന്ന് പറയുന്ന 2-3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഗ്ലോബൽ വിൻസ് ഉണ്ട്, റീജിയണൽ അഥവാ സീസണൽ വിൻസ് ഉണ്ട്, മൂന്നാമതായി പിന്നെ ലോക്കൽ വിൻസ് ഉണ്ട്. എന്ന രീതിയിൽ നമ്മൾ പ്രധാനമായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിലാദ്യത്തെ ആൾ ഗ്ലോബൽ വിൻസ്. ആഗോളതലത്തിൽ എല്ലായിടവും ഒരുപോലെ എല്ലാ സമയവും കൃത്യമായി റിപ്പറ്റീറ്റീവായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പിന്നെന്താ പറയുക വാദങ്ങളെയാണ് ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ ഗ്ലോബൽ വിൻസ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. അതാരൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. ട്രേഡ് വിൻസ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ് എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ വിൻസിനെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ള സീസണൽ വിൻസ് അഥവാ റീജിയണൽ വിൻസ്. പ്രധാനമായിട്ടും നിങ്ങൾ സീസണൽ വിൻസ് എന്ന് തന്നെ പേര് കൊടുക്കാനായിട്ട് കരുതുക. സീസണൽ വിൻസ് എന്ന് പേര് കൊടുക്കുക. റീജിയണൽ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വിചാരിക്കും അത് ലോക്കൽ വിൻസുമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആകരുത്. റീജിയണൽ വിൻസ് അതർവൈസ് കോൾഡ് ആസ് സീസണൽ വിൻസ്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ചേക്കണം. പക്ഷേ ആ ഒരു ടോപ്പിക്കിലേക്ക് കടന്നു പോകും, അത് നമ്മളിന്ന് നോക്കും. സീസണൽ വിൻസ് നമ്മൾ നോക്കും. അപ്പോൾ അതേപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. സീസണൽ വിൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമുണ്ട്, മൺസൂൺ കാറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മളിന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട 1-2 തിയറികളൊക്കെ ആഗോളതലത്തിൽ പണ്ട് കാലത്ത് വന്നിരിക്കുന്ന 1-2 തിയറികളുണ്ട്. ആ തിയറികളെ പറ്റി ഒന്ന് പരാമർശിച്ചു പോകും. ബിക്കോസ് ചോദ്യങ്ങളിൽ ഈ തിയറിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ നമ്മളത് അറിയാണ്ട് പോകരുത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ചോദ്യം ശരിയോ തെറ്റോ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്നുള്ളത് തിരിച്ചറിയാനെങ്കിലും സാധിക്കുന്ന വണ്ണമുള്ളൊരു ജനറൽ അവയർനെസ് തിയറികളെ പറ്റിയിട്ട് കൂടി വേണ്ടി വരുന്നു എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്തിലെ പരീക്ഷകൾക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതുകൂടി നോക്കും. അല്ലാണ്ട് കാട് കയറി ഒന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ചില തിയറീസൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ അത് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് സമർത്ഥിച്ചതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോവുക. ഈ ഒരു നമ്മൾ പഠിക്കാനിരിക്കുന്ന ഇന്ത്യയുടെ മൺസൂണിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന സീസണൽ വിൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇന്ത്യാസ് ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഇൻഫ്ലുവൻസ് ദ മൺസൂൺ ക്ലൈമറ്റ്. ഇന്ത്യയുടേതൊരു മൺസൂൺ കാലാവസ്ഥയാണെന്ന് നമുക്കറിയാം. ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണെന്ന് നമുക്കറിയാം. അതിനെ സ്വാധീനിക്കുന്ന ഘടകം അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഏറ്റവും അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഹിമാലയാസ് ആക്ട് ആസ് എ ബാരിയർ that prevents the southwest monsoon from escaping northward, forcing them to shed moisture over the subcontinent, while the Deccan Plateau has no role in monsoon distribution. The Western Ghats, Eastern Ghats, Himalayas and the Deccan Plateau together influence monsoon rainfall pattern through orographic effect, wind deflection and rain shadow formation, creating regional variation in monsoon intensity. ശരിയാണ്. അതുപോലെ India's peninsular shape has minimal influence on the monsoon as the winds are primarily controlled by global factors such as El Nino
ആൻഡ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്ത്യയുടെ ഷേപ്പിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ല മൺസൂണിലെന്നാണ് സി പറയുന്നത്. നാലാമത്തത് The Thar Desert enhances monsoon strength by creating a high pressure system that attract moisture laden winds. അതെന്തായാലും അല്ല, നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന ഈ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതിനകത്ത് 1-2 എണ്ണമൊക്കെ ശരിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഏറ്റവും കറക്റ്റായിട്ടുള്ളത് ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഉദ്ദേശം. ആ ഉദ്ദേശം മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്കത് പറ്റും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദി കോംപ്ലക്സ് ഇൻ്റർപ്ലേ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി വേരിയബിലിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ. ഇന്ത്യൻ മൺസൂണിനെ ഇതിപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇന്ത്യൻ മൺസൂണിനെ പറയുന്നത് വേൾഡ് ക്ലൈമറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സീസണൽ വിൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഇന്ത്യൻ മൺസൂണിനെ പറ്റിയിട്ട് പഠിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ അത് അവോയ്ഡ് ചെയ്യും പരമാവധി. ഒരുപാട് ഡിസ്കഷൻസ് ഇതിനകത്തുള്ളത് ഞാൻ അവിടെ അവോയ്ഡ് ചെയ്യും, ഇന്ത്യൻ ക്ലൈമറ്റ് എടുക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ സൂചിപ്പിച്ച് പോകുന്നത്. The Indian monsoon is solely driven by the temperature contrast between land and sea with no impact from global climatic phenomena. ആഗോളതലത്തിലുള്ള പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസിനോട് യാതൊരു ആഗോളതലത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസിനോട് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെയാണ് ഇന്ത്യൻ മൺസൂൺ ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ലാൻഡ്, കടൽ എന്നിവ തമ്മിലുള്ള ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് മാത്രം കൊണ്ട് എന്നാണ് കിടക്കുന്നത്. 2, the shifting intertropical convergence zone along with factors like jet streams, orographic effect and snow governs the seasonal strength and distribution of monsoon rainfall. Yes, മൺസൂൺ റെയിൻഫോളിനെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും സ്ട്രെങ്തിനെയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്ന ഘടകങ്ങൾ എന്ന രീതിയിൽ കുറച്ച് പേരെ തന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ അറിയും, നമ്മൾ പഠിക്കും. പിന്നെയുള്ളത്, ദ സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആർ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് വിത്ത് നോ ഇൻ്റർ കണക്ഷൻ ഓപ്പറേറ്റിംഗ് പ്യൂർലി ബേസ്ഡ് ഓൺ റീജിയണൽ വിൻഡ് പാറ്റേൺസ്. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അവർ തമ്മിൽ ഒരു ഇൻ്റർ കണക്ഷനും ഇല്ല. പ്യൂർലി റീജിയണൽ വിൻഡ് പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവന്മാർ ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. ദി ഓറോഗ്രാഫിക് ബാരിയർസ് സച്ച് ആസ് വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ഹിമാലയ ഓൺലി ഇൻറ്റൻസിഫൈ മൺസൂൺ റെയിൻഫോൾ വിതൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡ്രൈ സ്പെൽ ഓർ റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഈ ഹിമാലയവും അതുപോലെ പശ്ചിമഘട്ടമൊക്കെ നിലകൊള്ളുന്നത് മഴയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമേ നിലകൊള്ളുന്നുള്ളൂ. ഒരിടവും മഴ കുറയ്ക്കുവാനോ പ്രാദേശികമായി മഴയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കാനോ അവന്മാർ മുതിരുന്നില്ല എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെയും കൃത്യമായിട്ട് കുറച്ച് പേരെയും എലിമിനേറ്റ് ചെയ്യുവാനും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ചെന്നെത്താനും സാധിക്കുന്നുണ്ട് എന്നതിൽ സംശയമൊന്നും വേണ്ട. ഒരു കോമൺ സെൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് എഴുതാനായിട്ട് സാധിക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. 1, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഈസ് എ ലോ പ്രഷർ സോൺ ലൊക്കേറ്റഡ് അറ്റ് ദി ഇക്വേറ്റർ. 2, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് കൺവേർജ് അറ്റ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. 3, in July the intertropical convergence zone is located around 20 degrees south and 25 degrees south latitude. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പോയ കാര്യം കൂടിയാണ്. The monsoon trough encourages the development of thermal low over northern and northwest India. ക്ലിയർ ആണോ? അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ചോദ്യം. ഇതും നമുക്കറിയാം. ഒരു പരിധി വരെ 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഓൾറെഡി അറിയാം. 4മത്തേത് നമ്മൾ ഇനി പഠിക്കും, അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്നതുമാണ്. ഓക്കെ. അതുപോലെ the onset and withdrawal of Indian monsoon are influenced by various factors. Which of the following atmospheric phenomena apart from the jet stream plays a crucial role in monsoon cycle? ഇത് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആണോ, ടിബറ്റൻ ആൻറ്റി സൈക്ലോൺ ആണോ, ഇന്ത്യൻ ഓഷൻ ലോ പ്രഷർ സിസ്റ്റം ആണോ, അത് ഈ പറയുന്നതെല്ലാം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പറയുന്നതെല്ലാം ഉണ്ട് എന്നതാണ് വാസ്തവം. അത് ഇവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞു പോയത്. എല്ലാം ഉണ്ട്. ITCZൻ്റെ ലൊക്കേഷൻ, അത് ടിബറ്റൻ ആൻറ്റി സൈക്ലോൺ ഫോർമേഷൻ, അങ്ങനെ ഒരു ടിബറ്റൻ പ്ലാറ്റ്യൂവിൽ ഉണ്ടാകുന്ന ഒരു ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയാം. അതുപോലെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വരുന്ന ലോ പ്രഷർ സിസ്റ്റം എല്ലാം ഇന്ത്യയിൽ ഉണ്ടാകുന്ന മൺസൂൺ സീസണെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഈ പറയുന്ന സീസണൽ വിൻസായ പർട്ടിക്കുലർലി ഇന്ത്യൻ മൺസൂണിൽ നിന്ന് ചോദിക്കാറുണ്ട്. പണ്ട് ചോദിച്ചിരുന്ന മാതിരിയുള്ള ഒരു ഓൺവേർഡ് ചോദ്യങ്ങളല്ല ഇന്നിപ്പോൾ മൺസൂണുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പരിധിവരെ ഇത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ റീജിയണൽ വിൻസ് അഥവാ സീസണൽ വിൻസ് എന്ന കാറ്റഗറിയിലേക്ക് പോകാം. ഏത് വിൻസാണ്? സീസണൽ വിൻസ്. റീജിയണൽ വിൻസ് എന്ന് പറയുന്നതിനേക്കാൾ സീസണൽ വിൻസ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. നമ്മൾ റീജിയണൽ വിൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രമാണ് നമ്മൾ പറയും. പക്ഷേ ഇത് പൊതുവേ സീസണലായിട്ട് ഒരു പ്രദേശത്ത് അറേഞ്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന മഴയാണെന്നുള്ളത് ക്ലിയർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് റീജിയണൽ വിൻസ് എന്നൊരു പേര് കൂടി വരാൻ കാരണം. പക്ഷേ തീരെ ചെറിയൊരു റീജിയനെ അല്ല പറയുന്നത്, ഒരു ലാർജർ റീജിയൻ, ഒരു ലാർജർ ഏരിയനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട്
വർഷത്തിൽ ചില സമയങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് റീജിയണൽ വിൻസ് അഥവാ സീസണൽ വിൻസ്. ഇവരെല്ലായ്പ്പോഴും ഉണ്ടാകത്തില്ല. ഇവർക്ക് ചില ഇവർ സീസണലാണ് ഹൈലി. നമ്മൾ ചില പഴങ്ങളെയും പച്ചക്കറി വർഗ്ഗങ്ങളെയൊക്കെ പറയാറില്ല. ഇപ്പോൾ തണ്ണിമത്തൻ സീസണലാണ്. നമ്മുടെ വിൻ്റർ കഴിഞ്ഞ് സമ്മർ തുടങ്ങുന്ന സമയത്തായിരിക്കും അതിൻ്റെ സീസൺ. ഇപ്പോൾ മാംഗോ സമ്മറിലെ സീസണാണ്. അപ്പോൾ ഇങ്ങനെ പല ഫ്രൂട്ടും സീസണൽ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെയാണ് ഈ വിൻഡും. ഇവന്മാരുണ്ടാകുന്നതിന് ചില സാഹചര്യങ്ങളുണ്ട്, ചില സമയമുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഒരു വർഷത്തിൽ ഇവന്മാരെ ദൃശ്യമാവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. These are also called seasonal winds. For example, monsoon is a type of seasonal wind in India. ഇപ്പോൾ ഇന്ത്യയിൽ പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെന്നല്ല, പൊതുവേ നമ്മൾ മൺസൂണിനെ ഒരു സീസണൽ വിൻഡായിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം എപ്പോഴും എല്ലായിടത്തും മൺസൂൺ ഇല്ല. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ത്യയിൽ രണ്ട് മൺസൂൺ സീസൺസ് നമ്മൾ എടുത്ത് പറയാറുണ്ട്. മൺസൂണിനെ നമ്മൾ എന്തായിട്ട് തന്നെയാണ് പറയുന്നത്? ഒരു സീസണായിട്ടാണ് പറയുന്നത്. മൺസൂൺ ഈസ് എ സീസൺ. ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട് ഇന്ത്യയിൽ. സൗത്ത് വെസ്റ്റ് മൺസൂണും ഉണ്ട്, അതുപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂണും ഉണ്ട്. ശരിയല്ലേ? സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും, ഇങ്ങനെ രണ്ട് മൺസൂൺ സീസണുകൾ ഇന്ത്യക്കുണ്ട് എന്നതാണ് ഇന്ത്യ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, രണ്ട് സീസൺസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ മൺസൂൺ കാറ്റുകളെ പറ്റി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സി, മൺസൂൺ refers to the seasonal wind system that reverses its direction according to atmospheric conditions. And they are associated with rain in much of the tropical regions, most prominently along the Indian Ocean. ട്രോപ്പിക്കൽ റീജിയനിൽ പ്രധാനമായും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മഴയുണ്ടാക്കുന്നതിന് കേപ്പബിളായിട്ടുള്ള കാറ്റുകളെയാണ് മൺസൂൺ വിൻസ് എന്ന് പറയുക. ആൻഡ് ഈ മൺസൂൺ വിൻഡ് സിസ്റ്റത്തിൻ്റെ മീനിങ് തന്നെ പറയുന്നത് ഇവൻ ദിശയെ റിവേഴ്സ് ചെയ്യുവാൻ സാധ്യതയുള്ളവനാണെന്ന്. അതായത് ഒരു ദിശയിലേക്ക് കാറ്റ് വീശിയാൽ ആ ദിശയ്ക്ക് വിപരീതമായി വീശുവാനുള്ളൊരു കേപ്പബിലിറ്റി കൂടി ഉള്ളവനാണ് മൺസൂൺ കാറ്റുകളെന്ന്. അപ്പോൾ അതായത് ഒരു യൂണി ഡയറക്ഷണൽ അല്ല മൺസൂൺ കാറ്റുകളെന്ന് പറയുന്നവന്മാർ ബൈ ഡയറക്ഷണലായിട്ടൊക്കെ പറയാം അല്ലേ. അവർക്ക് ഡിറക്ഷൻസ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, റിവേഴ്സ് ചെയ്യുവാനുള്ള പോസിബിലിറ്റി ഉള്ള കാറ്റുകളെ വിശേഷിപ്പിക്കുന്ന പേരാണ് മൺസൂൺ വിൻസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി നമ്മൾ ഇന്ത്യൻ ഓഷൻ്റെയൊക്കെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഓഷൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട മൺസൂൺ എന്ന് പറയുന്നത് പ്രധാനമായും ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഈ നമുക്കറിയാവുന്ന മൺസൂൺ സീസണായ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഉണ്ടാകുന്നത് നമുക്കറിയാം ജൂൺ മുതൽ ഏകദേശം സെപ്റ്റംബർ വരെയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറോടുകൂടി അവസാനിക്കുന്നൊരു സീസണാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ. റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചേഴ്സ് ഇൻ മെയ് ഓവർ ദി നോർത്ത് വെസ്റ്റേൺ പ്ലെയിൻസ് ക്രിയേറ്റ് ഇൻറ്റൻസ് ലോ പ്രഷർ കണ്ടീഷൻസ്. എവിടെ? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. അതായത് ഈ മൺസൂണിൻ്റെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സമ്മർ സീസൺ എന്ന് പറയുന്ന കണ്ടീഷനെ തൊട്ടു പുറകിലാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത്. സമ്മർ നമുക്കറിയാവുന്നതാണ്, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന 3 മാസം. അപ്പോൾ ഈ മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന 3 മാസത്തിനപ്പുറം കടന്നു വരുന്നതാണ് നമ്മുടെ ഈ മൺസൂൺ. അതെങ്ങനെ കടന്നു വന്നു? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂട്, സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് അതികഠിനമായിട്ടുള്ള ചൂട് ഇന്ത്യക്ക് മേൽ പ്രഹരിക്കുമ്പോൾ ഈ വളരെയധികം ചൂടായ ഇന്ത്യൻ ലാൻഡ് മാസിൻ്റെ തൊട്ട് മുകളിലുള്ള എയറൊക്കെ ചൂട് പിടിച്ച് ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയും ഇന്ത്യൻ ലാൻഡ് മാസിന് മുകളിൽ ഒരു ലോ പ്രഷർ ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനെ നമ്മളൊരു മൺസൂൺ ട്രഫ് എന്നൊക്കെ വിളിക്കും കേട്ടോ. അതിനെന്ത് വിളിക്കും? നമ്മൾ മൺസൂൺ ട്രഫ് എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്യും. ഒരു ഗർത്തം പോലെ, ഒരു മൺസൂൺ ഗർത്തം പോലെ, മൺസൂണിനെ ചുറ്റും ഉള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കാറ്റുകളെ ആകർഷിക്കുന്നത് പോലെ തോന്നിക്കുന്നതുകൊണ്ടാണ് അതിനൊരു മൺസൂൺ ട്രഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് റാപ്പിഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, തൊട്ട് മുൻപിലത്തെ മാസം ഉണ്ടാകുന്ന റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറാണ് ഈ ഒരു ഇന്ത്യയിലേക്കുള്ള ലോ പ്രഷർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നതെന്നുള്ളതാണ്. ദീസ് കണ്ടീഷൻസ് അട്രാക്ട് ദ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ഫ്രം ദി സതേൺ ഹെമിസ്ഫിയർ ടുവേർഡ്സ് ഇന്ത്യ. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുകൾ ഉണ്ടായിരിക്കുന്നതിനെ, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ട്രേഡ് വിൻഡുകളാട്ടോ, ഇതാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുകൾ. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുകളെ ഇങ്ങനെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഈ ഒരു ലോ പ്രഷർ സിസ്റ്റം അട്രാക്റ്റ് ചെയ്യുകയും ഇന്ത്യൻ ലാൻഡ് മാസിൻ്റെ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആഫ്റ്റർ ക്രോസിംഗ് ദി ഇക്വേറ്റർ ദീസ് വിൻഡ് ഫ്ലോ എ സൗത്ത് വെസ്റ്റേർലി ഡിറക്ഷൻ വിച്ച് ഈസ് വൈ ദേ കോൾഡ് ആസ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഭൂമിക്ക് കോറിയോലിസ് ഫോഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഭൂമി റിവോൾവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്.
ഇന്ത്യ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു കാറ്റുകളാണെങ്കിലും ഇക്വേറ്റർ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ഇങ്ങനെ പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവൻ എസെൻഷ്യലി വന്നത് സൗത്ത് ഈസ്റ്റേർലി ട്രേഡ് വിൻഡുകളെയാണ് ആകർഷിച്ചതെങ്കിലും, ആരെയാണ്? സൗത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് വിൻഡുകളെയാണ് ഇവൻ ആകർഷിച്ചതെങ്കിലും അവൻ ഇക്വേറ്റർ കിടക്കുമ്പോൾ വലത്തോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളത് പഠിച്ചതാണ്. ഇക്വേറ്ററിൻ്റെ മുകളിലാണെങ്കിൽ ഷിഫ്റ്റിംഗ് വലത്തോട്ടായിരിക്കും. എന്ത് ലോ എന്ന് അതിന് വിളിച്ച പേര് ഫെറൽസ് ലോ. എന്ത് ലോ ആണ്? ഫെറൽസ് ലോ. നമ്മൾ കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണത്. ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. സോ ഇങ്ങനെ ഇക്വേറ്ററിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത് അവനൊരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണെന്നുള്ളത് കൊണ്ടാണ് ഈ മൺസൂണിന് എന്ത് പേര് വന്നത്? ശരിക്കും സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന രീതിയിൽ പേര് വന്നിട്ടുണ്ടായതെന്നുള്ളതാണ്. ആസ് ദേ പാസ് ഓവർ ദി വാം ഇക്വറ്റോറിയൽ കറന്റ് ദേ ഗാദർ ആൻ അബണ്ടൻസ് ഓഫ് മോയ്സ്ചർ. ഈ വരുന്നത് കടലിലൂടെയല്ലേ, ഇവൻ കടലിലൂടെ വന്ന് കയറുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഇവൻ ആവശ്യത്തിന് മോയ്സ്ചർ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന കാറ്റുകളായിരിക്കും. ബിക്കോസ് ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയൻ ഈസ് എക്സ്റ്റെൻസീവ്ലി ഹീറ്റഡ് അപ്പായിട്ട് നിൽക്കുന്ന ഈ ഇക്വറ്റോറിയൽ കടലിൽ നിന്ന് കാര്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സമുദ്രത്തിൽ നിന്ന്. ആ ഇവോപ്പറേറ്റ് ചെയ്ത ജലം മുഴുവൻ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഈ കാറ്റ്, മൺസൂൺ കാറ്റ് വീശുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഈ ജലകണികകളെയൊക്കെ വലിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദ റെയിൻ ബിഗിൻസ് അബ്രപ്റ്റ്ലി വിത്ത് വയലന്റ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് causing a substantial drop in the temperature, and this sudden onset is termed to be as the burst of monsoon. അങ്ങനെ ഈ മഴമേഘങ്ങളെയൊക്കെ കൊണ്ടുവരുന്ന ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് കാര്യമായ രീതിയിൽ മഴ പെയ്യിക്കുകയാണ് പതിവ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ്. ഡീറ്റെയിൽസ് നമുക്ക് ഇന്ത്യൻ മൺസൂണിലൊക്കെ പറയാം. ഇത് എന്നിട്ട് ഒരു രത്നച്ചുരുക്കം. പക്ഷേ ഈ മൺസൂൺ വന്ന് കയറുന്നത് ഒരു സിംഗുലർ ബ്രാഞ്ചായിട്ടല്ല. അതിന് 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളുണ്ട്. ഏതൊക്കെയാണത്? 1 അറബിക്കടൽ ശാഖ, 2 ബേ ഓഫ് ബംഗാൾ ശാഖ. അതായത് ഈ കടന്നു വന്ന മൺസൂൺ കാറ്റുകൾ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പർവ്വതനിരയുണ്ട്. പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിന് പൊതുവേ സദേൺ സൈഡിലോട്ട് വരുമ്പോഴാണ് ഉയരം കൂടുതൽ, ഹൈറ്റ് കൂടുതലുള്ളത് എവിടെയാണ്? സൗത്തിലാണ്. അതായത് കേരളത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും. നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരാണ്? ആനമുടിയാണ്. 2695 മീറ്റർ എങ്ങാണ്ടാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്, ആനമുടിയുടെ ഉയരം. ആ ആനമുടിയാണ് ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ. അത് വരുന്നത് കേരളത്തിലല്ലേ? മൂന്നാറാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗം, ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത് ആനമുടി പീക്ക്. അപ്പോൾ അത് കേരളത്തിലാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൺസൂൺ കാറ്റുകൾ ഇങ്ങനെ വന്ന് ഇന്ത്യനെ അഭിസംബോധന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യനെ വന്ന് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പ്രസൻസ് ഇവനെ 2 ബ്രാഞ്ചസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിന് പ്രേരിപ്പിക്കും. 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും 2 അറേബ്യൻ സീ ബ്രാഞ്ചും. അപ്പോൾ അതാണ് ആദ്യം എഴുതിയിരിക്കുന്ന അറേബ്യൻ സീ ബ്രാഞ്ച്. 1 ആരാണ്? അറേബ്യൻ സീ ബ്രാഞ്ച്. ഈ അറേബ്യൻ സീ ബ്രാഞ്ചിന് വീണ്ടും എനിക്ക് 3 സബ് ഡിവിഷൻസ് ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റും. 1 കേരളത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത് കേരളത്തിലോട്ടാണ് കേട്ടോ, അത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആദ്യം ഈ മൺസൂൺ കാറ്റുകൾ ടച്ച് ചെയ്യുന്നത് കേരള കോസ്റ്റിനെയാണ്. അപ്പോൾ 1 അത് തന്നെയാണ് ദ വെസ്റ്റേൺ ഘാട്ട് സബ് ബ്രാഞ്ച്. ഏതാണ്? ദ വെസ്റ്റേൺ ഘാട്ട് സബ് ബ്രാഞ്ച്. Obstructed by the western Ghats, these winds climb the slope and cool, causing heavy rain up to 250 to 400 centimeter on the windward side. As they descend to the other side, they heat up, leaving a rain shadow region with a little rain. ഇതാണ് ഒരു സബ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഏതാണ്? വെസ്റ്റേൺ ഘട്ട്സ് ബ്രാഞ്ച്. ഓക്കെ, വെസ്റ്റേൺ ഘാട്ട്സ് സബ് ബ്രാഞ്ച് എന്ന് പറയും. അപ്പോൾ അറേബ്യൻ സീ ബ്രാഞ്ചിലുള്ള ആദ്യ ബ്രാഞ്ചാണ് വെസ്റ്റേൺ ഘാട്ട്സ് സബ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു സ്ലോപ്പ് പർവ്വതത്തിന് പശ്ചിമഘട്ടത്തിൻ്റെ സ്ലോപ്പ് കയറവേ തന്നെ കാര്യമായ രീതിയിൽ മഴ കൊള്ളിച്ചുകൊണ്ട് പോകും. ഉയരം കൂടുന്നതിനനുസരിച്ച് ഇവൻ കൂൾ ഡൗൺ ചെയ്ത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ അപ്പുറ സൈഡിലേക്ക്, അതായത് തമിഴ്നാട്ടിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ മഴ പെയ്യിക്കാതെ ഒരു റെയിൻ ഷാഡോ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അതൊന്ന്. 2 സെൻട്രൽ ഇന്ത്യൻ സബ് ബ്രാഞ്ച്. 2 ഏതാ മക്കളെ? സെൻട്രൽ ഇന്ത്യൻ സബ് ബ്രാഞ്ച്. It strikes the coast north of Mumbai and moves along the Narmada and Tapi river valleys, bringing rain to the central India and the Chota Nagpur plateau before mingling with the Bay of Bengal branch. അപ്പോൾ ഒരാൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ട് ഇങ്ങോട്ടൊരുത്തം പോയിട്ടുണ്ട്, അവനിലേക്ക് നമ്മൾ വരും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഇത് പശ്ചിമഘട്ടം ബ്രാഞ്ച്, ഇത് സെൻട്രൽ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സെൻട്രൽ ഇന്ത്യൻ ബ്രാഞ്ച് മഹാരാഷ്ട്രയുടെ നോർത്തിലൂടെ കയറി നമ്മുടെ നർമ്മദ താപ്തി വാലികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇങ്ങ് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങൾ വരെ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെയും എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സെൻട്രൽ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന് പറയുന്ന മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ആളാണ് നമ്മുടെ സൗരാഷ്ട്ര ബ്രാഞ്ച് അഥവാ കച്ച് സബ് ബ്രാഞ്ച്. സൗരാഷ്ട്ര സബ് ബ്രാഞ്ച് അല്ലെങ്കിൽ കച്ച് സബ് ബ്രാഞ്ച്. സൗരാഷ്ട്ര എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കത്തിയവാർ മേഖലയാണ് കേട്ടോ. അതുപോലെ തന്നെ മുകളിൽ വരുന്ന മേഖലയാണ് കച്ച്, അതായത് ചുരുക്കം പറഞ്ഞാൽ ഗുജറാത്ത് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഗുജറാത്തിൻ്റെ മേഖലയാണ് മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത്, സൗരാഷ്ട്ര സബ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്ട്രൈക്സ് ദ സൗരാഷ്ട്ര പെനിൻസുല ആൻഡ് കച്ച് പാസിംഗ് ഓവർ രാജസ്ഥാൻ ആൻഡ് അലോങ് ദി അരവല്ലീസ് റിസൾട്ടിങ് ഇൻ ഓൺലി സ്കാൻറ്റി റെയിൻഫോൾ. കുറച്ചൊക്കെ രാജസ്ഥാൻ്റെ ഭാഗമായിട്ടും പ്രധാനമായും ആരവല്ലിക്ക് ചുവടെ കൂടിയും സഞ്ചരിച്ചു പോകുന്നതാണ് ഈ ഒരു സൗരാഷ്ട്ര സബ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെറിയ റെയിൻഫോൾ മാത്രമാണ് ഇയാൾ സൃഷ്ടിക്കുക. അപ്പോൾ ഈ 3 ബ്രാഞ്ചസിൽ ഏറ്റവും കാര്യമായിട്ട് മഴ സൃഷ്ടിക്കുന്നവൻ പശ്ചിമഘട്ട ശാഖ തന്നെയാണ്. ശേഷം വരുന്നവൻ നമ്മുടെ സെൻട്രൽ ഇന്ത്യൻ സബ് ബ്രാഞ്ചും അതിനും ശേഷം മഴ പെയ്യുന്നവൻ മാത്രമാണ് നമ്മുടെ ഈ സൗരാഷ്ട്ര അല്ലെങ്കിൽ കച്ച് സബ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കുറവ് അറബിക്കടൽ ശാഖയിൽ ഏറ്റവും ചെറിയ മഴ പെയ്യിക്കുന്ന ശാഖയാണ് സൗരാഷ്ട്ര സബ് ബ്രാഞ്ച് അല്ലെങ്കിൽ കച്ച് സബ് ബ്രാഞ്ച് എന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 ബേ ഓഫ് ബംഗാൾ ശാഖ. നമ്മൾ പറഞ്ഞ ആദ്യ മൺസൂണിൻ്റെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ 2 ശാഖകളുണ്ടെന്ന് പറഞ്ഞു. അതിലൊരെണ്ണം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ഒരെണ്ണം അറബിക്കടൽ ബ്രാഞ്ച്. ആ അറബിക്കടൽ ബ്രാഞ്ചിൻ്റെ 1, 2, 3 ഡിവിഷൻസ് അല്ലെങ്കിൽ സബ് ബ്രാഞ്ചസിനെയാണ് തൊട്ട് മുൻപ് നമ്മൾ കണ്ടത്. ബേ ഓഫ് ബംഗാളിൻ്റെ കാര്യത്തിൽ ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ഡിറക്ഷൻ. ദിസ് ബ്രാഞ്ച് സ്ട്രൈക്സ് ദി കോസ്റ്റ് ഓഫ് മ്യാൻമർ ആൻഡ് സൗത്ത് ഈസ്റ്റ് ബംഗ്ലാദേശ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ ദി അരക്കൻ ഹിൽസ് ടുവേർഡ്സ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇവിടെ ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ട്, ഈ ഭാഗത്ത് മ്യാൻമർ എന്ന രാജ്യമുണ്ട്, ഇവിടെ അരക്കൻ കുന്നുകളുണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? അരക്കൻ കുന്ന്, ഇതാണ് അരക്കൻ ഹിൽസ്. ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ചെന്ന് കയറുന്നത് നേരെ ഈസ്റ്റേൺ ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമറിൻ്റെ പ്രദേശത്തേക്കാണ്. പക്ഷേ ഈ ചെന്ന് പോകുന്ന പോക്ക് ഇവിടുത്തെ അരക്കൻ കുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പൂർവാഞ്ചൽ എന്ന് പറയുന്ന മലയുണ്ടല്ലോ, പൂർവാഞ്ചൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈസ്റ്റേൺ ഹിമാലയമായ പൂർവാഞ്ചൽ, ആ പൂർവാഞ്ചലിൻ്റെ തുടർച്ച മ്യാൻമറിലേക്ക് പോയിരിക്കുന്നയാളാണ് നമ്മുടെ അരക്കൻ കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അരക്കൻ കുന്നുകളും പൂർവാഞ്ചലും ഒക്കെ കൂടി ചേർന്നിട്ട് ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെ തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് തന്നെ വിടുന്നു എന്നാണ് പറയുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് തന്നെ തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വിടുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ 2 ബ്രൗൺ കളറിലെ ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ശരിക്കും ഇവൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ആരോ വരേണ്ടതെന്നൊക്കെ തോന്നും അല്ലേ? പക്ഷേ ഇങ്ങനെ ആരോ വരാൻ കാരണം അരക്കൻ കുന്നുകളിൽ തട്ടി ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകളെയാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളതാണ്. ഓൾറെഡി നർമ്മദ താപ്തി വാലിയിലൂടെ കടന്നു വന്ന അറബിക്കടൽ ശാഖ സെൻട്രൽ ഇന്ത്യൻ ബ്രാഞ്ച് എവിടെ എത്തിയിട്ടുണ്ട്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന അരക്കൻ കുന്നുകളിൽ തട്ടി ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ബേ ഓഫ് ബംഗാൾ ശാഖയിലെ മൺസൂൺ കാറ്റുകളും ഈ പറയുന്ന ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ പ്രവേശിക്കുന്ന സമയത്ത് ഒരു ബ്രാഞ്ച് ഈ വലത്തോട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മഴ കൊടുക്കാൻ പോവുകയും ഒരു ബ്രാഞ്ച് ഈ അറബിക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേർന്ന് ഫർദർ നോർത്ത് വേർഡ് മൂവ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. It enters the West Bengal and Bangladesh from the south and southeast rather than the southwest. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് സൗത്ത് ഈസ്റ്റ് എന്ന ഡിറക്ഷനിൽ നിന്നാണ്. സാധാരണ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് പേരെങ്കിലും സൗത്ത് വെസ്റ്റ് മൺസൂൺ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ദിശയിൽ നിന്നാണ്? ചോദ്യം സൗത്ത് ഈസ്റ്റ് ദിശയിൽ നിന്നാണ് പ്രവേശിക്കുന്നത്. ഏത് ദിശയിൽ നിന്നാണ്? സൗത്ത് ഈസ്റ്റ് ദിശയിൽ നിന്നാണ് പ്രവേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. സബ് ഡിവിഷൻസ്. 1 സബ് ബ്രാഞ്ച് മൂവ്സ് വെസ്റ്റ് വേർഡ് അലോങ് ദി ഗംഗ പ്ലെയിൻസ് ടുവേർഡ്സ് ദി പഞ്ചാബ് പ്ലെയിൻസ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു ബ്രാഞ്ച് നേരെ ഇങ്ങോട്ടേക്ക് പോകും. ഇവനുമായിട്ട് കൂട്ടിമുട്ടിയതിനൊക്കെ ശേഷം നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോകും. അതാണ് ഗംഗാ സമതലങ്ങളാണല്ലോ, ഇതൊട്ട് ഇതുവരെയും ഗംഗാ സമതലമാണ്. ഇത്രയും ഏരിയയും ഗംഗാ പ്ലെയിൻസ് എന്ന് പറയും. പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, രാജസ്ഥാൻ പ്ലെയിൻസ്. എനിഹൗ ഇത്രയും ഏരിയ ഇങ്ങോട്ടേക്ക് അങ്ങ് മൂവ് ചെയ്യും. ആൻഡ് ദി സെക്കൻഡ് സബ് ബ്രാഞ്ച് മൂവ്സ് അപ്പ് ദ ബ്രഹ്മപുത്ര വാലി കോസിങ് വൈഡ് സ്പ്രെഡ് റെയിൻ ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അതാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ പ്രധാനമായിട്ട് മഴ പെയ്യിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം തന്നെ മൗസിൻഡ്രമാണ്. അത് മേഘാലയയുടെ ഭാഗമായിട്ടുള്ള മൗസിൻഡ്രം സ്റ്റേറ്റ് മേഘാലയയാണ്. അതുപോലെ തന്നെയാണ് ചിറാപുഞ്ചി. ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം മൗസിൻഡ്രമും 2ാം സ്ഥാനം ചിറാപുഞ്ചിയുമാണ്. ഇത് രണ്ടും മേഘാലയ എന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതുമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. എ സ്പെസിഫിക് സബ് ബ്രാഞ്ച് ഹിറ്റ്സ് ദി ഗാരോ ആൻഡ് ഖാസി ഹിൽസ്. മൗസിൻഡ്രം ലൊക്കേറ്റഡ് ഹിയർ റിസീവ്സ് ദി ഹയസ്റ്റ് ആവറേജ് റെയിൻഫോൾ ഇൻ ദ വേൾഡ്. പറഞ്ഞു നമ്മളത്. ഫീച്ചേഴ്സ് ഈ പറയുന്ന മൺസൂണിൻ്റേതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറബിക്കടൽ ശാഖയാണോ ബേ ഓഫ് ബംഗാൾ ശാഖയാണോ സ്ട്രോങ്ങർ? ചോദ്യം ചോദിക്കാവുന്നതേ ഉള്ളൂ. മച്ച് സ്ട്രോങ്ങർ അറേബ്യൻ സീ ബ്രാഞ്ച് തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. നോട്ട് ചെയ്ത് വെച്ചോണം.
സി എമംഗ് ദി മൺസൂൺ ബ്രാഞ്ചസ് വിച്ച് എമംഗ് ദ മൺസൂൺ ബ്രാഞ്ചസ് ആക്ച്വലി സ്ട്രോങ്ങർ എന്ന് ചോദിച്ചാൽ അത് അറേബ്യൻ സി ബ്രാഞ്ചാണ്. അതല്ലാതെ നേരിട്ട് വേണമെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ. ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇസ് സ്ട്രോങ്ങർ ദാൻ ദി അറേബ്യൻ സി ബ്രാഞ്ച് ഓഫ് ദി ഇന്ത്യൻ മൺസൂൺ. അങ്ങനെ എങ്ങാനും ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. അറേബ്യൻ സി ബ്രാഞ്ചാണ് സ്ട്രോങ്ങർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കണക്ക് വേണമെങ്കിൽ എഴുതി വച്ചേക്കാം, അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇറ്റ് ഇസ് 3 times more powerful than the ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനേക്കാൾ ഏകദേശം 3 മടങ്ങ് സ്ട്രോങ്ങർ ആണ് അറേബ്യൻ സി ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് അപ്രോച്ചസ് ഇന്ത്യ ഫ്രം ദി സൗത്ത് വെസ്റ്റ്, അബ്സല്യൂട്ട് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് തന്നെയാണ് അറേബ്യൻ സി ബ്രാഞ്ച് കയറുന്നതെങ്കിൽ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് എന്ന ദിശയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നത് കേട്ടോ. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ദിശ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ബംഗ്ലാദേശിലോട്ടല്ലേ കയറുന്നത്, അപ്പോൾ ഇങ്ങനെ വേണം കയറാൻ. ഇത് സൗത്ത് ഈസ്റ്റ് ദിശയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കയറും, അത് സൗത്ത് ദിശയിൽ നിന്ന് വന്ന് കയറുന്നു. എന്നാൽ കേരളത്തിലോട്ട് വന്ന് കയറുന്നതോ ഇങ്ങനെ തന്നെയാണ്, അതായത് കറക്റ്റ് സൗത്ത് വെസ്റ്റ് ദിശയിൽ നിന്ന് തന്നെയാണ് വന്ന് കയറുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ആകുമ്പോൾ ഇവരാണ് കറക്റ്റ് ആ നെയിമിന് എന്താ പറയുക സാധൂകരണം കൊടുക്കുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന രീതിയിൽ. അതുപോലെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ് വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്, അതായത് കേരളമാണ് ആദ്യം ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം. എന്നാൽ ഈസ്റ്റേൺ ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ ആദ്യത്തേത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്, ദെൻ ദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, പിന്നെ വെസ്റ്റ് ബംഗാൾ, അങ്ങനെ പോരും. ഓക്കെ, റൈറ്റ്. ജിയോഗ്രഫിക് റീച്ച് കവേഴ്സ് ദി വെസ്റ്റേൺ കോസ്റ്റ്, വെസ്റ്റേൺ ഘട്ട്സ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പാർട്സ് ഓഫ് രാജസ്ഥാൻ എക്സെട്ര, ആൻഡ് ഓൾസോ സെൻട്രൽ ഇന്ത്യ. നമ്മൾ സെൻട്രൽ ഇന്ത്യയുടെ കാര്യവും പറഞ്ഞു. സെൻട്രൽ ഇന്ത്യയിൽ മഴ പെയ്യിക്കുന്നുണ്ട് ഇവൻ കേട്ടോ, ഇല്ലാന്നില്ല. മറ്റേതാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണെങ്കിൽ കവേഴ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആൻഡ് ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻസ്. റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ കോസസ് ഹെവി ഓറോഗ്രാഫിക് റെയിൻ. എന്താണ് ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറഞ്ഞാൽ? ഒരു പർവ്വതം മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തിയത് കാരണം പർവ്വതത്തിൻ്റെ ചെരുവുകളിൽ മഴ ലഭ്യമാകുന്ന തരത്തിലാണ് നിങ്ങളുടെ മഴയെങ്കിൽ ആ മഴയെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻ. ഒരു പർവ്വതമാണ് മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി അത് അവിടെ പർവ്വതത്തിൻ്റെ ആ ഒരു ചെരുവുകളിലേക്ക് മഴ പെയ്യിക്കുന്നതെങ്കിൽ അത്തരം റെയിനിനെ വിളിക്കുന്ന പേര് ദിസ് ഇസ് ഓറോഗ്രാഫിക് റെയിൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ അത് റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ ഓറോഗ്രാഫിക് ആണ്. ഓൺ ദി വിൻഡ്വേർഡ് സൈഡ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്സ് ബട്ട് ലീവ്സ് ദി ഡെക്കാൻ പ്ലാറ്റ്യൂ റെയിൻ ഷാഡോ. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ പ്രധാനപ്പെട്ട പല സദേൺ സൈഡുകളൊക്കെ റെയിൻ ഷാഡോ ആയിട്ട് ലീവ് ചെയ്യുന്നു. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ റീഡയറക്റ്റഡ് ബൈ ദി ഹിമാലയൻ ആൻഡ് അരക്കൻ മൗണ്ടൻസ് ടുവേർഡ്സ് വെസ്റ്റ് പ്രൊവൈഡിങ് റെയിൻ ടു നോർത്ത് ഇന്ത്യ. യെസ്, അപ്പം ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന് ശരിക്കും പറയാൻ അതിൻ്റെ റീഡയറക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആരാ റീഡയറക്റ്റ് ചെയ്യുന്നത്? ഹിമാലയവും അരക്കൻ കുന്നുകളുമാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഓബ്സ്റ്റക്കിൾസ് ബ്ലോക്ക്ഡ് ബൈ ദി വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ദി ഹിമാലയാസ്. ഇപ്പോൾ നോർത്തേൺ രണ്ടുപേരും കൂടെ പിന്നെ മീറ്റ് ചെയ്തിട്ട് പിന്നെ ഫർദർ മുകളിലേക്ക് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഹിമാലയം അവനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ് പോലുള്ള ഇടങ്ങളിൽ നിന്ന് മഴ പെയ്ത് അങ്ങ് തീരുവാണ് ചെയ്യുക. ഇവിടെ ഗാരോ, ഖാസി, ജൈന്തിയ ഹിൽസും അതുപോലെ ഹിമാലയാസും അരക്കൻ ഹിൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. റൈറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അല്ല ആ ഒരു എന്താ പറയുക ബേസിക് സമ്മിങ് അപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആ രണ്ട് ശാഖകളെ പറ്റിയിട്ട്. ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റെയിൻഫോൾ ഒക്കേഴ്സ് പ്രൈമർലി ബിറ്റ്വീൻ ജൂൺ ആൻഡ് സെപ്റ്റംബർ. നമ്മളത് പറഞ്ഞു. റെയിൻ ഈസ് ലാർജ്ലി ഗവേൺഡ് ബൈ ദ റിലീഫ് ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വിൻഡ്വേർഡ് സൈഡിന് കാര്യമായിട്ട് മഴ കിട്ടുന്നുണ്ട്, ലീവേർഡ് സൈഡിന് തീരെ മഴ കിട്ടുന്നില്ല. അപ്പോൾ ടോപ്പോഗ്രഫി വലിയ ഇൻഫ്ലുവൻസ് തന്നെയാണ്. ഇന്ത്യയുടെ ടോപ്പോഗ്രഫിയോ പെനിൻസുലാർ ഷേപ്പോ ഒന്നും ഇന്ത്യയുടെ മൺസൂണിനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റാം. ഇന്ത്യൻ മൺസൂണിനെ തീർച്ചയായിട്ടും ആ ഷേപ്പും ടോപ്പോഗ്രഫിയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ റെയിൻഫോൾ ഫോളോസ് എ ഡിക്ലൈനിങ് ട്രെൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം സീ ഇൻക്രീസസ്. ഫോർ എക്സാമ്പിൾ ഡൽഹി പോലുള്ള സ്ഥലത്ത് 56 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നെങ്കിൽ കൊൽക്കത്തയിൽ 119 സെൻറ്റിമീറ്റർ മഴ കിട്ടും. അതായത് തീരദേശ പ്രദേശത്ത് കൂടുതൽ മഴ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അകലേക്ക് പോകുന്നതിനനുസരിച്ച് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. വെൽ സെഡ്. അതെന്തായാലും ഈ ജലലഭ്യത കുറയുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നുള്ളത് റെയിൻ ഒക്കേഴ്സ് ഇൻ വെറ്റ് സ്പെൽസ് ഫോർ ഓഫ് എ ഫ്യൂ ഡേയ്സ് ഇന്റർ സ്പ്രെഡ് വിത്ത് റെയിൻലെസ് ഇൻ്റർവെൽസ് നോൺ ആസ് ബ്രേക്സ്. പൊതുവേ സൗത്ത് വെസ്റ്റ് മൺസൂണിനിടയ്ക്ക് ബ്രേക്ക് കാണാറുണ്ട്. 2-3 ദിവസങ്ങളോ 4-5 ദിവസങ്ങളോ ഒക്കെ ആയിട്ട് മഴ ഇല്ലാത്ത സാഹചര്യങ്ങളും ഈ മൺസൂണിനിടയിൽ തന്നെ ഉണ്ടാകുന്ന കണ്ടീഷനും കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഈ ബ്രേക്ക് എന്ന രീതിയിൽ, മൺസൂൺ ബ്രേക്ക് എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ മൺസൂണിൻ്റെ അല്ലെങ്കിൽ ഈ സീസണൽ വിൻഡിൻ്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ കാർഷിക ഭൂമി അല്ലെങ്കിൽ കാർഷിക വൃത്തി അനുഷ്ഠിച്ച് പോകുന്നതും ആൾക്കാർ എന്താ പറയുക മര്യാദയ്ക്ക് വിനിയോഗിച്ച് പോകുന്നതിനും പ്രാഥമിക കാരണം നമ്മുടെ ഈ മൺസൂൺ തന്നെയാണ്. സോ ഇക്കണോമിയുടെ കാര്യത്തിൽ അഗ്രേറിയൻ എക്കണോമിക്ക് കൊടുക്കുന്ന ബൂസ്റ്റിൻ്റെ കാര്യം ചെറുതൊന്നുമല്ല. അത് ഡയറക്റ്റ് എക്കണോമിക് കോൺട്രിബ്യൂഷനിൽ നമുക്ക് അതാണ് പറയാൻ പറ്റുക. എങ്കിലും അതല്ലാണ്ട് വരുന്ന ആൾക്കാരുടെ ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സപ്പോർട്ടിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒരു സെക്കൻഡറി കോൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. The beginning and end of the rain can be significantly delayed or occur early than usual, which can damage standing crops.
വേരിയബിലിറ്റി ഉണ്ടാവാൻ കേട്ടോ. കാരണം എപ്പോഴും കൃത്യമായ സമയത്ത് തന്നെ മഴ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഡിലേഡ് മൺസൂണും ഏർലി മൺസൂണും എന്ന് പറയുന്ന കണ്ടീഷൻസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷം 2025 ഏർലി മൺസൂൺ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ജൂൺ മാസം ആകുന്നതിന് മുമ്പ് തന്നെ മെയ് പകുതിയോടുകൂടിക്കോ ഒക്കെ തന്നെ കാര്യമായിട്ട് മഴ നമുക്ക് കേരളത്തിൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായി. മൺസൂൺ ഹാസ് സ്റ്റാർട്ടഡ് ഏർലി. അപ്പോൾ 2025 ഏർലി മൺസൂൺ, അതിന് മുൻപ് ഡിലേഡ് മൺസൂൺ കണ്ടിട്ടുണ്ട്. ജൂൺ 1 മഴ കാണാതെ ജൂൺ പകുതിയോളം എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടും കാണാറുണ്ട്. പൊതുവേ ഈ എക്സ്റ്റെൻഡഡ് മൺസൂൺ കുറവാണ്. കുറച്ച് ഏർലിയൊക്കെ ആയിട്ട് കാണുന്ന മൺസൂൺസാണ് കൂടുതൽ. കാരണം ഗ്ലോബൽ ടെമ്പറേച്ചർ ഇന്ന് കൂടുന്നതാണ് ട്രെൻഡ്, കുറയുന്നതല്ല എന്നുള്ളതുകൊണ്ട് മിക്കവാറും മൺസൂൺ ഏർലി ആവാനുള്ള സാധ്യതയാണ് കൂടുതലെന്നുള്ളതാണ്. ബിക്കോസ് ചൂടാണ് മൺസൂണിനെ അട്രാക്ട് ചെയ്തതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ചൂടാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. എനി ഹൗ, ചില റീജിയണൽ സ്പെസിഫിക് ആയിട്ട് പറയും. ഇപ്പോൾ തമിഴ്നാട് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ it remains dry during this season because it is situated parallel to the Bay of Bengal branch and lies in the rain shadow region of Arabian Sea branch. തമിഴ്നാട് കാര്യമായിട്ട് മഴ കിട്ടില്ല സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത്. കാരണം സൗത്ത് വെസ്റ്റ് മൺസൂണിലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് പോകുന്ന ദിശയ്ക്ക് പാരലായിട്ടാണ് ഇവ നിൽക്കുന്നത്. പാരലായിട്ട് നിന്നാൽ മഴ പെയ്യിക്കില്ലല്ലോ, ഇങ്ങനെ നിന്നിരുന്നാലേ മഴ പെയ്യുള്ളൂ. പക്ഷേ ഇത് പാരലായിട്ട് നിൽക്കുകയാണെന്നുള്ളത് കൊണ്ട് മഴ പെയ്യിക്കൽ കുറവാണെന്നാണ് തമിഴ്നാട്ടിൽ. അത് മാത്രമല്ല, ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് മഴ പെയ്യിക്കില്ല, ശരി. എന്നാൽ പിന്നെ അറബിക്കടൽ ബ്രാഞ്ചിന് പെയ്യിച്ചൂടെ? അതും പെയ്യിക്കത്തില്ല. കാര്യം എന്താ? അറേബ്യൻ സീ ബ്രാഞ്ചിന് തമിഴ്നാട്ടിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ആര് നിൽക്കുന്നുണ്ട്? നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ്, പശ്ചിമഘട്ടവും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പശ്ചിമഘട്ടം കാരണം അറബിക്കടൽ ശാഖയ്ക്കോ പാരലായിട്ട് പോകുന്നത് കാരണം ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്കോ തമിഴ്നാട്ടിന് കാര്യമായി മഴ കൊടുക്കാൻ പറ്റാണ്ട് ചെറിയ സ്പെൽസൊക്കെ കിട്ടും കേട്ടോ. 2 കാരണങ്ങളാലാണ്. ഒന്ന്, അറബിക്കടൽ ശാഖയുടെ ഒരു ചെറിയ ബ്രാഞ്ചൊക്കെ പാലക്കാട് ചുരം വഴി ചെറുതായിട്ട് കോയമ്പത്തൂർ ഭാഗത്തോട്ട് മഴ കിട്ടാനുള്ള, ചെറിയ രീതിയിൽ മഴ കിട്ടാനുള്ള കണ്ടീഷനും അതുപോലെ ചെറിയ കോസ്റ്റൽ റെയിൻ കിട്ടാനുള്ള കണ്ടീഷനും ഒക്കെ പറയാം ഒരു പരിധി വരെ തമിഴ്നാട്ടിനെന്നേ ഉള്ളൂ. ബാക്കിയിൽ നേരെ ചെന്ന് കയറുന്ന കടഞ്ഞോട്ടേക്കാണ്. കുറച്ച് ആന്ധ്രാപ്രദേശിന് ഒഡീഷയ്ക്കൊക്കെ മഴ കിട്ടി പോകുന്ന പോക്കിൽ തന്നെ ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് അതൊക്കെ താരതമ്യേന കുറവാണ്. അതുപോലെ വെസ്റ്റേൺ ഹിമാലയൻ റീജിയൻ റിസീവ് റെയിൻ വെൻ ദി അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ജോയിൻ ആൻഡ് റെയിൻഫോഴ്സ് ഈച്ച് അതർ ഓവർ ദി പഞ്ചാബ് ആൻഡ് ഹരിയാന. അതായത് ഇവിടെ നിന്ന് പോയ ഈ അറബിക്കടൽ ശാഖയും ഇവിടെ നിന്ന് വരുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയും തമ്മിൽ മീറ്റ് ചെയ്ത് ഫർദർ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹിമാലയത്തിൻ്റെ വെസ്റ്റേൺ ഹിമാലയൻ റീജിയനിൽ കുറച്ച് കാലത്തിനപ്പുറം കാര്യമായിട്ടുള്ള മഴ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ മൺസൂൺ രൂപീകരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് നമ്മൾ അംഗീകരിക്കുന്നതെങ്കിലും ഇത് മാത്രമല്ല കാരണമെന്നാണ് പല തിയറികളും സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ്. ദർ ആർ സർട്ടൻ തിയറീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ മൺസൂൺ എന്നാണ് പറയുന്നത്. ചില തിയറികളുണ്ട്. വെറുതെ അങ്ങ് സംഭവിച്ചു പോകുന്നതല്ല ഇന്ത്യൻ മൺസൂൺ, അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. പലരും പല തിയറികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തെർമൽ കോൺസെപ്റ്റ്. അതാണ് നമ്മളിപ്പോൾ ഓൾറെഡി സൂചിപ്പിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് പൊതുവേ നമ്മൾ ഈ ക്ലാസിക്കൽ തിയറി എന്ന രീതിയിലും വിശേഷിപ്പിക്കുന്നത്. സർ എഡ്മണ്ട് ഹാലി 1686 പ്രപ്പോസ് ചെയ്തിരിക്കുന്ന തിയറിയാണ് ദ ക്ലാസിക്കൽ തിയറി ഓഫ് മൺസൂൺ എന്ന് പറയുന്നത്. 1686 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നേ ഉള്ളൂ. വന്നതിന് ശേഷം ആദ്യമായിട്ട് കോയിൻ ചെയ്തിരിക്കുന്നതാണ്. ആ സമയത്താണ് 1600കളിലാണ് അവർ വരുന്നത്. അപ്പോൾ 1686 സർ എഡ്മണ്ട് ഹാലി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന തിയറിയാണ് തെർമൽ കോൺസെപ്റ്റ് വിച്ച് ഇസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. ഈ തിയറികളൊന്നും തെറ്റല്ല കേട്ടോ. ഈ തിയറികളെല്ലാം തന്നെയും ശരിയാണ് താനും. എല്ലാ തിയറികളും ശരി തന്നെയാണ്. എന്തായാലും ദിസ് ഇസ് ദി ഓൾഡസ്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി മൺസൂൺ. ചോദിക്കാം, ഇന്ത്യയിലെ മൺസൂണിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് ഏത് തിയറിയാണ് ചൂടെ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ തിയറിയാണ് അല്ലെങ്കിൽ തെർമൽ കോൺസെപ്റ്റ് ആണെന്ന് പറയണം. അത് പ്രപ്പോസ് ചെയ്ത മനുഷ്യനോ എഡ്മണ്ട് ഹാലി ആണെന്നും പറയണം. വ്യൂവിങ് ഇറ്റ് ആസ് എ ലാർജ് സ്കെയിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ലാൻഡ് ആൻഡ് സീ ബ്രീസസ്. കടൽക്കാറ്റും കരക്കാറ്റും എന്ന ഡെയിലി നടക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, ആ പ്രതിഭാസത്തിൻ്റെ ഒരു ലാർജ് സ്കെയിൽ മാനിഫെസ്റ്റേഷനാണ് ഈ മൺസൂൺ എന്നാണ് ശ്രീ എഡ്മണ്ട് ഹാലിയുടെ കണക്കുകൂട്ടൽ. ഒരു പരിധിവരെ പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. കടലിൽ താപനില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കരയ്ക്ക് താപനില കൂടുതലാണെങ്കിൽ കരയിൽ ന്യൂനമർദ്ദവും കടലിൽ ഉച്ചമർദ്ദവുമായതിനാൽ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. രാത്രിയാകുമ്പോൾ നേരെ തിരിച്ചും സംഭവിക്കുന്നു എന്ന് പറയും. ഇതാണ് കടൽക്കാറ്റും കരക്കാറ്റും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇവിടെ മൺസൂൺ ഉണ്ടായ സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതും സമാനമായ സിറ്റുവേഷൻ അല്ലേ. സമ്മർ സീസണിൽ അതികഠിനമായ രീതിയിൽ സൂര്യൻ്റെ ഉത്തരായന രേഖയ്ക്ക് മുകളിലുള്ള സൂര്യൻ്റെ നിപ്പ് ഇന്ത്യൻ ഭൂഖണ്ഡത്തെ വല്ലാണ്ട് ചൂട് പിടിപ്പിക്കുകയും ആ ചൂടായ ഭൂഖണ്ഡത്തിന് മുകളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ഈ ന്യൂനമർദ്ദം സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുകളെ ആകർഷിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ പറയുന്നത്. അതായത്
ഇവിടെയും ശരിക്കും ഈ ലാൻഡ് ബ്രീസ് സീ ബ്രീസ് എന്നൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ലാർജർ മാനിഫെസ്റ്റേഷൻ തന്നെയാണല്ലോ ശരിക്കും ഇവിടെയും കാറ്റിനെ ആകർഷിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ക്ലാസിക്കൽ തിയറി പറയുന്നത് എന്നുള്ളതാണ്. ശരിയാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. Intense heating creates a low pressure zone over the Central Asia and Northwest India. Meanwhile, the surrounding ocean remains relatively cool, maintaining high pressure. Wind blow from high pressure sea towards the low pressure land, carrying moisture, causing the summer monsoons. In winter, the land cools faster than the sea, reversing the pressure gradient and causing dry winter monsoon to blow from land to sea. അത് ഇതിന് ശേഷമുള്ള മൺസൂൺ, നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ എന്ന് പറയും. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അത് നേരെ ഇതിന് ശേഷമാണ്. ഈ തണുപ്പൊക്കെ ആയതിനു ശേഷം കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശും. അത് താരതമ്യേന ഡ്രൈ വിൻസ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അധികം മഴയൊന്നും പെയ്യാറില്ല. പിന്നെ ബേ ഓഫ് ബംഗാളിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഈ ഒരു മൺസൂണിൽ തമിഴ്നാട്ടിന് മഴ കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. Intense heating creates a low pressure zone over Central Asia, Northwest India. Meanwhile, the surrounding ഇത് നമ്മൾ പറഞ്ഞതല്ലേ? യെസ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. കണ്ടീഷൻ കണ്ടോ, സമ്മറിൽ കാറ്റുകളെ ഇന്ത്യൻ ലാൻഡ് മാസ് അകത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രദേശം മുഴുവൻ, ഈ ഒരു ഏഷ്യൻ കോണ്ടിനെൻറ്റ് മുഴുവൻ നല്ലപോലെ ചൂടായി നിൽക്കുന്ന കണ്ടീഷനാണ്. വിൻ്റർ ആവുന്ന സമയത്ത് നേരെ തിരിയും. ഇവിടെ ഹൈ പ്രഷർ ആവും. കാരണം ഈ ഭാഗം തണുക്കും, നല്ലപോലെ തണുത്ത് പോകും. സൂര്യൻ സൗത്തിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ പ്രഷർ നേരെ റിവേഴ്സ് ആവും. കടലിലാവും പ്രഷർ കുറവ്, ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നേരെ തിരിച്ച് കാറ്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടും നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അതാണ്. ഈ പറഞ്ഞ ബേസിക് സാധനം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു മൺസൂണിൻ്റെ ഒരു കടന്നുവരവിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കാം. രണ്ട്, ദ ഡൈനാമിക് തിയറി. രണ്ടാമത്തെ തിയറിയാണ് ഡൈനാമിക് തിയറി. അതും ഏറെക്കുറെ സമാനമായ സാഹചര്യം തന്നെയാണ്. എല്ലാ തിയറികളും അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നത് ഒരേ മീനിങ്ങിൽ തന്നെയാണ്. എന്നാലും പല പല രീതിയിൽ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ കോൺസെപ്റ്റ് എന്ന് പറയും. നമ്മൾ മറ്റേതിനെ തെർമൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ITCZ കോൺസെപ്റ്റ്. അതിനും ITCZ ഉണ്ടാവാൻ കാരണം ആരാ? ടെമ്പറേച്ചറാണ്. എസെൻഷ്യലി ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും മറ്റതുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ വേറൊരു അതിനെ പറയാതെ ഇത് വെച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലോ. ആരാണ്? ഫ്ലോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 1951. ആൻഡ് ദിസ് തിയറി മൂവ്സ് അവേ ഫ്രം ദ സിമ്പിൾ ഹീറ്റിംഗ് ആൻഡ് ഫോക്കസസ് ഓൺ ദി ഷിഫ്റ്റിംഗ് ഓഫ് പ്ലാനറ്ററി വിൻഡ് ബെൽറ്റ്. ഏത് ബെൽറ്റ്? ഒരു ലോ പ്രഷർ ബെൽറ്റ്. ഏതാത്? ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. The intertropical convergence zone is a low pressure belt where trade winds from the north and southern hemisphere meet. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള കാറ്റുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന പ്രദേശമാണല്ലോ. വിച്ച് ഇസ് എ ലോ പ്രഷർ ബെൽറ്റ്. ഇതൊരു ലോ പ്രഷർ റീജിയൻ ആണ്. അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തു നിന്ന് കാറ്റുകൾ വന്ന് ആകർഷിക്കപ്പെട്ട് ജോയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ലോ പ്രഷർ ബെൽറ്റിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസിൻ്റെ ഫോർമേഷനാണ് ഇന്ത്യൻ മൺസൂണിന് കാരണം എന്ന രീതിയിലാണ് ഡൈനാമിക് തിയറി പറയുന്നത്. ഡൈനാമിക് തിയറി പറയുന്നത് അതായത് ഈ കാറ്റുകളുടെ മൂവ്മെൻറ്റ് ITCZ കാരണം ഉണ്ടാവുന്നു എന്ന രീതിയിൽ. In summer, the intertropical convergence zone shift northward about 20 degree to 25 degree, positioning itself over the Indo-Gangetic plain, which is often called as the monsoon trough. നിങ്ങളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലാവും. ഇത് ഇക്വേറ്ററാണ്. സൂര്യൻ നിൽക്കുന്ന ഇവിടെയാണ്, which is 23.5 നോർത്ത്. ഇതാണ് ഏകദേശം ഇന്ത്യയുടെ പകുതി എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ത്യ ഈ പറയുന്ന ലാൻഡ് ഫോം ചൂടാവുകയും ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്ന ഇക്വേറ്ററിൽ നിന്നൊരല്പം മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് തന്നെയാവും നമ്മുടെ ITCZ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ലോ പ്രഷറാണ്. അത് ചുറ്റുമുള്ള കാറ്റിനെ ആകർഷിക്കും ഈ ഒരു ഭാഗത്തേക്ക് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ഇന്ത്യയുടെ മുകളിലേക്ക് വരുന്ന സമയത്ത് അത് മൺസൂണിന് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ലോ പ്രഷർ സോണിനെ, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? മൺസൂൺ ട്രഫ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ. കാര്യമെല്ലാം ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പല പല പുതിയ പേരും അവിടെ വരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആരാ മൺസൂൺ ട്രഫ്? ഈ പറയുന്ന നോർത്ത് വേർഡ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ വിച്ച് അട്രാക്ട്സ് മൺസൂണിനെ അട്രാക്ട് ചെയ്യുന്ന ഈ നോർത്ത് വേർഡ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മൺസൂൺ ട്രഫ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം ഒരു പരിധി വരെ. അല്ല, അത് തന്നെയാണ്. പിടികിട്ടുന്നുണ്ടോ? The shift draws the southeast trade winds from the southern hemisphere across the equator. ബാക്കി പറഞ്ഞതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഈ വരച്ചിരിക്കുന്ന പോലെ ഈ കാറ്റുകൾ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അവിടെയുള്ള കൊറിയോലിസ് ഫോഴ്സ് അതിനെ വലത്തോട്ട് ഡിഫ്ലക്റ്റും ചെയ്യിക്കുന്നു. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റിൽ നിന്ന് വന്നവനാണെങ്കിൽ പോലും അവൻ്റെ ദിശ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തായിട്ട് തോന്നും? സൗത്ത് വെസ്റ്റ് ആയിട്ട് തോന്നും. അത്രയേ ഉള്ളൂ.
ശരിക്കും അവൻ വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു, സൗത്ത് ഈസ്റ്റ് ആയിരുന്നു. ഇത് ഈസ്റ്റ് സൗത്ത് അല്ലേ? ഈ ദിശ അറിയുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോണം കേട്ടോ. പക്ഷേ ഇന്ത്യയിലോട്ട് വരുന്നത് എവിടെ നിന്നാണ് തോന്നുന്നത്? ഇങ്ങനെയല്ലേ വരുന്നു തോന്നുന്നേ? സൗത്തിൽ നിന്ന് വെസ്റ്റിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത് കണ്ടോ, അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ റൈറ്റ്. ഇതാണ് ആ ഒരു ദിശ. ഇത് 0 ഡിഗ്രിയിൽ ഇൻറ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഉള്ളപ്പോഴുള്ള കണ്ടീഷൻ. വിൻഡുകളെല്ലാം അവിടെ വന്ന് കൂട്ടിമുട്ടുന്നു, അത് ഇന്ത്യക്ക് പുറത്താണ്. എന്നാൽ സമ്മർ സമയമാവുന്ന സമയത്ത് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണ് കുറച്ച് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡുകളും അതുപോലെ സൗത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡുകളും ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോൾ അവൻ്റെ ദിശ മാറി ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സമ്മറിന് ശേഷമുള്ള കണ്ടീഷൻ. വിൻ്റർ ആകുമ്പോൾ നേരെ തിരിയും, ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ നേരെ താഴെ പോകും. കാരണം സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ താഴും. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാറ്റ് തിരിച്ചു വീശും. ഇതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റുകൾ. അത് മഴ പെയ്ത് ഇന്ത്യ തണുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത്. സോ ക്ലാസിക്കൽ തിയറിയുമായി നമ്മുടെ ഡൈനാമിക് തിയറിയുമായി രണ്ടും ഏറെക്കുറെ ഒരുപോലുള്ള തിയറികൾ തന്നെയാണ് എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ തിയറിയിലേക്ക് പോവുകയാണ്, ജെറ്റ് സ്ട്രീം തിയറി. ഇതാണ് മൂന്നാമത്തെ തിയറി മക്കളെ, ജെറ്റ് സ്ട്രീം തിയറി. ആരാണ് ജെറ്റ് സ്ട്രീം? അവന്മാർ വെസ്റ്റേർലീസ് ആണ്. പക്ഷേ അവന്മാരുടെ ഓൾട്ടിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും. അതായത് അന്തരീക്ഷത്തിൽ വളരെ ഉയരങ്ങളിലൂടെ സഞ്ചരിച്ച് പോകുന്ന കാറ്റിനെയാണ് നമ്മൾ ജെറ്റ് സ്ട്രീമുകൾ എന്ന് വിളിക്കുന്നത്. പൊതുവേ ഇവന്മാർ വെസ്റ്റേർലികളായിരിക്കും. വെസ്റ്റേർലികൾ എന്ന് പറഞ്ഞാൽ ദേ ബ്ലോ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന ഹയർ ഓൾട്ടിറ്റ്യൂഡിലൂടെ കടന്നു പോകുന്ന വിൻഡുകളെ വിളിക്കുന്ന പേരാണ് ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറ്റ് സ്ട്രീമുകളും ഇന്ത്യയും തമ്മിൽ എന്ത് ബന്ധമുണ്ട് നമുക്ക് നോക്കാം. ദി സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഫ്ലോയിങ് അറ്റ് അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ ഹാസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദി ഓൺസെറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് ദി ഇന്ത്യൻ മൺസൂൺ. എങ്ങനെ പറഞ്ഞുതരാം. ദ വിൻ്റർ ഫേസ് ആൻഡ് ബൈഫർക്കേഷൻ നോക്കിക്കോ. സോ ദ ജെറ്റ് സ്ട്രീം വിൻ്റർ സമയങ്ങളിലെ കണ്ടീഷൻ പറയുന്നതാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കുന്ന കണ്ടീഷനിലെ കാര്യം പറയുന്നതാണ്. ഓൺ ദി വിൻ്റർ ടൈം ഡ്യൂറിംഗ് ദ വിൻ്റർ ദ ഹൈറ്റ് ഓഫ് ദി പ്രിവെയിലിംഗ് ജെറ്റ് സ്ട്രീം ഡിക്രീസസ് റഫ്ലി ടു 7 to 8 kilometers. കാരണം എന്താ? വിൻ്റർ തണുപ്പ് കൂടുതല, എയറിൻ്റെ ഡെൻസിറ്റി കൂടും, എയർ താഴും. അങ്ങനെ ജെറ്റ് സ്ട്രീം പൊതുവേ പോകുന്ന ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും വളരെയധികം താഴ്ന്ന് ജെറ്റ് സ്ട്രീം ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 7 മുതൽ 8 കിലോമീറ്ററിനകത്ത് അകത്ത ഹൈറ്റിലായിരിക്കും ഇവൻ സഞ്ചരിച്ച് പോവുക. നമുക്കറിയാം മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് 8000-നും മുകളിലാണ്. അപ്പോൾ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഈ ജെറ്റ് സ്ട്രീം കടന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കാനെന്ന പോലെ അവിടെ നിലകൊള്ളുന്നു. കാരണം സാധാരണഗതിയിൽ ജെറ്റ് സ്ട്രീംസ് പോകുന്ന ഹിമാലയത്തിൻ്റെ ഒക്കെ മുകളിലൂടെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ തടസ്സം വരാനില്ല. പക്ഷേ വിൻ്റർ ആവുന്ന സമയത്ത് ജെറ്റ് സ്ട്രീമിനെ തടസ്സം വരുത്താനായിട്ട് അവിടെ ഹിമാലയം വരും. കാരണം ഹിമാലയം ഉയരം കൂടുന്നതല്ല, ജെറ്റ് സ്ട്രീംസ് താഴ്ന്നു വരുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത് ഹിമാലയമാണെന്ന് കരുതുക. അപ്പോൾ ഈ മുകളിൽ സാധാരണ ജെറ്റ് സ്ട്രീം പോകുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ജെറ്റ് സ്ട്രീമിന് തടസ്സമൊന്നുമില്ല. പക്ഷേ വിൻ്റർ സീസണിൽ എയറിൻ്റെ ഡെൻസിറ്റി കൂടിയതുകൊണ്ട് ജെറ്റ് സ്ട്രീം താഴ്ന്നു. അപ്പോൾ ഇനി സഞ്ചരിക്കുമ്പോൾ ആരിൽ തട്ടും? ഹിമാലയത്തിൽ തട്ടും. അങ്ങനെ ഹിമാലയത്തിൽ തട്ടുന്ന ജെറ്റ് സ്ട്രീം രണ്ടായിട്ട് കീറി 2 ഭാഗങ്ങളായിട്ട് പോകും. ഒന്ന് ഇന്ത്യൻ പ്ലെയിൻസിലൂടെ, ഇന്ത്യൻ നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഭാഗത്തൂടെ ഒഴുകി പോവുകയും ഒന്ന് ടിബറ്റൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗത്തൂടെ ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ബൈഫർക്കേഷൻ എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഹിമാലയത്തിൽ തട്ടി ഇവൻ 2 പാർട്ടുകളായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നു. The Himalayan mountain range acts as a physical barrier causing the jet stream to bifurcate to 2 branches. 2 ബ്രാഞ്ചുകളായിട്ട് മാറും. And the one branch of the cold dense jet stream descend south of the Himalayas. ഹിമാലയസിൻ്റെ താഴോട്ട് ഡിസെൻഡ് ചെയ്ത് വരുന്ന ഇവൻ നമ്മുടെ ഇന്ത്യൻ നോർത്തേൺ പ്ലെയിൻസിലൂടെ സഞ്ചരിച്ച് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഭയങ്കര കോൾഡാണ്, നല്ല ഡെൻസാണ്, നമുക്കറിയാം. ദിസ് ബ്രാഞ്ച് എൻകൗണ്ടേഴ്സ് ആൻഡ് പുഷസ് the Arabian Sea and Bay of Bengal branches of the monsoon wind that typically pile up over the plains of Punjab and Haryana. മുമ്പ് പെയ്ത മഴയുടെ അവശിഷ്ടം പോലെ എന്ന രീതിയിൽ നിലകൊണ്ടിരുന്ന ബേ ഓഫ് ബംഗാളിൻ്റെയും അറബിക്കടലിൻ്റെയും ബ്രാഞ്ചസ് ഓഫ് ഹൈ പ്രഷർ എയർ ഇവിടെ ഉണ്ടല്ലോ, ആ എയറിന് ഇതെന്ത് കളയും? പുഷ് ചെയ്ത് കളയും. മുമ്പ് ചെയ്ത മഴയുടെ ഇഫക്റ്റ് ഇവിടെ അങ്ങനെ കിടക്കുക. കാരണം നോർത്ത് ഈസ്റ്റ് മൺസൂണും കൂടെ കഴിയുമ്പോഴാണ് ഈ വിൻ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണും സൗത്ത് വെസ്റ്റ് മൺസൂണും ഒക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന എയറിൻ്റെ ഒരു പ്രസൻസ് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ പുറത്തുള്ളതിനെ ആര് പുഷ് ചെയ്ത് കളയുന്നു? ഈ ജെറ്റ് സ്ട്രീം പുഷ് ചെയ്ത് കളയുന്നു എന്നാണ് പറയുന്നത്. The presence of this jet stream branch result in temperature that are much lower than other comparable latitude, establishing a high pressure zone in this region. കാരണം ഓൾറെഡി ഈ വരുന്ന ഭയങ്കര തണുത്ത കാറ്റാണ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കാരണം ജെറ്റ് സ്ട്രീമാണ്. ഇവൻ വിൻ്റർ സീസണിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെൻസിറ്റി കൂടിയുകൊണ്ട് മാത്രമാണ് ഇവൻ താഴ്ന്നു വന്നത് പോലും. സോ ഹൈലി ഡെൻസർ ആൻഡ് കോൾഡർ ആയിട്ടുള്ള ഈ പറയുന്ന എയർ
എയറിൻ്റെ ഫ്ലോ, അതായത് ജെറ്റ് സ്ട്രീം ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശം താരതമ്യേന സാധാരണയിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. ജെറ്റ് സ്ട്രീം അപ്ലിഫ്റ്റ്. ഫോളോവിങ് ദ വിൻ്റർ സീസൺ ദ ജെറ്റ് സ്ട്രീം അക്വയർ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്. അതായത് വിൻ്റർ സീസൺ കഴിയുന്ന സാഹചര്യത്തോടുകൂടി ഈ ജെറ്റ് സ്ട്രീംസ് ഒരു ഉയർന്നു പോകും. കാരണം തണുപ്പ് കുറയുമല്ലേ, തണുപ്പ് കുറയുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ജെറ്റ് സ്ട്രീംസിൻ്റെ ഡെൻസിറ്റി കുറയുമ്പോൾ ഇവന്മാർ പൊതുവെ മുകളിലേക്ക് ലിഫ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പം നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് മാറി നേരത്തെ ഉണ്ടായിരുന്ന ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഇവന്മാർ ഉയർന്നു പോകുന്ന സാഹചര്യം പറയാൻ പറ്റും. The previously bifurcated branches of the jet stream unify once again. നേരത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയ ബ്രാഞ്ച് എല്ലാം മുകളിലോട്ട് ചെന്ന് ഹിമാലയത്തിൻ്റെയും മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്മാർ ഒരുമിച്ച് സഞ്ചരിച്ച് പഴയതുപോലെ ജെറ്റ് സ്ട്രീമായിട്ട് ഒഴുകുന്ന കാണാൻ പറ്റും ഏറ്റവും മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെ. This atmospheric lift creates a low pressure zone which is subsequently filled by the gushing monsoon winds, signaling the start of the season. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ഡെൻസ് ആയിട്ടുള്ള എയർ മാസ് കുറേ ഇവിടെ നിന്ന് അങ്ങ് സഞ്ചരിച്ച് ഉയർന്ന് മുകളിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എയർ കുറേ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇന്ത്യയുടെ പുറത്തൊരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് മൺസൂൺ കാറ്റുകൾ ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മറ്റൊരു മൺസൂൺ ആകർഷണത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ജെറ്റ് സ്ട്രീമുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഹൈലി ഡെൻസർ ആൻഡ് കോൾഡർ ആയിട്ടുള്ള ജെറ്റ് സ്ട്രീമുകൾ താരതമ്യേന കൂടുതൽ തണുപ്പ് ഇന്ത്യക്ക് തരികയും സാഹചര്യം മാറി വിൻ്റർ സീസൺ കഴിയുന്ന സമയത്ത് ഇവന്മാർ ഉയർന്നു പൊങ്ങി ജെറ്റ് സ്ട്രീമുകൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യയുടെ മുകളിലൊരു ലോ പ്രഷർ, നേരത്തെ ഉണ്ടായിരുന്ന ആ ജെറ്റ് സ്ട്രീമിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു ലോ പ്രഷർ ബെൽറ്റ് മൺസൂൺ കാറ്റുകളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ജെറ്റ് സ്ട്രീം തിയറി പറയുന്നത്. അപ്പോൾ തിയറി പറയുന്നത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും പറയുന്നതിൽ തെറ്റില്ലാത്ത കാര്യവും തന്നെയാണ് കേട്ടോ. ഈ തിയറിയും ലോജിക്കലി നോക്കിയാൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് തണുത്ത കോൾഡർ ആയിട്ടുള്ള എയർ ഇവിടെ വന്ന് കിടക്കുന്ന സമയത്ത് ഇവിടെ ഹൈ പ്രഷറാണ്. ശരി, ഇവന്മാർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത്ര എയർ അവിടെ നിന്ന് പോയില്ലേ, അപ്പോൾ അവിടെ എന്ത് കിട്ടും? അവിടെ ലോ പ്രഷറാവും. ഈ ലോ പ്രഷറിലേക്ക് വീണ്ടും മൺസൂൺ കാറ്റുകൾ ആകർഷിക്കപ്പെടും. ശരിയല്ലേ? അത്രയേ ഉള്ളൂ. ഇതാണ് ഈ ജെറ്റ് സ്ട്രീമിൻ്റെ തിയറി സൂചിപ്പിക്കുന്ന ഘടകം. അതിൽ വിഡ്രോവലിൻ്റെ കാര്യം പറയുമ്പോൾ ദ ത്രസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദി ജെറ്റ് സ്ട്രീം ബ്രാഞ്ച് കോസസ് ബോത്ത് ബ്രാഞ്ചസ് ഓഫ് ദി മൺസൂൺ ടു റാപ്പിഡ്ലി എക്സിറ്റ് ദി ഇന്ത്യൻ പെനിൻസുല. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, പുഷ് ചെയ്ത് കളയുമെന്ന് നമ്മൾ പറഞ്ഞ കാര്യം. ആസ് ദി മൺസൂൺ വിൻഡ് റീട്രേസസ് ദർ ഇനീഷ്യൽ പാത്ത് ദ റീജിയൻ എക്സ്പീരിയൻസസ് ദ റിട്രീറ്റിംഗ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇത് നേരത്തെ കാര്യമാണ്. നമ്മളിവിടെ നിന്ന് പുഷ് ഔട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞില്ലേ, ജെറ്റ് സ്ട്രീം കയറുന്ന സമയത്ത് പുഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ ആ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അതിൻ്റെ പഴയ പാത സഞ്ചരിച്ച് തിരിച്ചു പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അതാണ് മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത്. ജെറ്റ് സ്ട്രീം തിയറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 4, ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ കോൺസെപ്റ്റ്. നാലാമത്തത് ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ കോൺസെപ്റ്റ് എന്നൊരു തിയറി കൂടിയുണ്ട്. ഈ തിയറി കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു മൺസൂണുമായി ബന്ധപ്പെട്ടത്. ഈ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ തിയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ തിയറി നമ്മൾ ആദ്യം പറയുന്ന ക്ലാസിക്കൽ തിയറിയുമായിട്ട് മോർ ഓർ ലെസ് കണക്റ്റഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ക്ലാസിക്കൽ തിയറിയും രണ്ടാമത്തെ ഡൈനാമിക് തിയറിയും മോർ ഓർ ലെസ് ഒരേ കാര്യം തന്നെയാണ്, ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ മൂന്നാമത് പറഞ്ഞ ജെറ്റ് സ്ട്രീം തിയറി നേരിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് പറയുന്നതല്ല. അതിനകത്തും ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ഉണ്ടേ, ഇല്ല എന്നല്ല, പക്ഷെ അത് ജെറ്റ് സ്ട്രീമിനെ മാത്രം വച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ്. ഏത്? ജെറ്റ് സ്ട്രീം തിയറി. പക്ഷേ ഇവിടേക്ക് വീണ്ടും നാലാമത്തെ തിയറിയായ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ കോൺസെപ്റ്റ് വരുമ്പോഴും ഇവിടെയും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത രണ്ട് കോൺസെപ്റ്റുകളെ പോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു തിയറിയുടെയും ഡെഫിനേഷൻ വരുന്നത് എന്നുള്ളതാണ്. സോ ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ ദ ഹീറ്റിംഗ് ഓഫ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടിബറ്റൻ പ്ലാറ്റ്യൂ ഡയറക്ട്ലി ഡ്രൈവ്സ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇന്ത്യൻ മൺസൂൺ. അതായത് ടിബറ്റൻ പീഠഭൂമിയിൽ ഉണ്ടാകുന്ന ചൂട്, ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ് മാസിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഏരിയയാണ് ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിബറ്റൻ പ്ലാറ്റ്യൂ ചൂടാവുന്നത് ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് യെസ് എന്നാണ് ഉത്തരം. അതിൻ്റെ കോർ മെക്കാനിസം ഇത്രയേ ഉള്ളൂ. ദ കോൺസെപ്റ്റ് വാസ് പ്രപ്പോണ്ടഡ് ബൈ എം കൊട്ടീശ്വരൻ. ആരാണത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? കൊട്ടീശ്വരൻ എന്നൊരു മനുഷ്യൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതാണ്. ഒരു 19ാം നൂറ്റാണ്ടിലെ ഒരു മീറ്റിയോളജിസ്റ്റാണ്, ഒരു ഈ പറയുന്ന കാലാവസ്ഥ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. He observed that the heating of the Tibetan plateau is directly proportional to the monsoon strength. The hotter the plateau, the more rainfall India receives. ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യ മാത്രം ചൂടാവുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതെങ്കിൽ അല്ല. ഇന്ത്യക്ക് തൊട്ട് മുകളിൽ കാണുന്ന ടിബറ്റൻ പീഠഭൂമി ചൂടായാലും ഇന്ത്യയിലേക്ക് ഈ പറയുന്ന കടലിൽ നിന്നുള്ള കാറ്റിനെ ആകർഷിക്കപ്പെടത്തില്ലേ? ഇന്ത്യ വഴിയല്ലേ ആ പറയുന്ന ടിബറ്റിലേക്ക് കാറ്റ് വീശുക? സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ കാര്യമായ മഴ കിട്ടും. അതുതന്നെയാണ് ഈ പറയുന്ന കൊട്ടീശ്വരനും സൂചിപ്പിച്ചത്. പുള്ളിയുടെ പരീക്ഷണങ്ങളിലൂടെ ഒബ്സർവ് ചെയ്ത കാര്യം അതുതന്നെയാണ്. ദ മോർ ഹീറ്റിംഗ് ഓഫ് ദ ടിബറ്റൻ പ്ലാറ്റ്യൂ ദ മോർ റെയിൻഫോൾ ഇന്ത്യ റിസീവ്സ്. കൂടുതൽ ടിബറ്റൻ പീഠഭൂമി ചൂടാകുമ്പോൾ കൂടുതൽ ഇന്ത്യക്ക് മഴ കിട്ടുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇൻറ്റൻസ് ഹീറ്റിംഗ് ലീഡ് ടു ദി അപ്വേർഡ് കൺവെൻഷൻ ഓഫ് എയർ അബവ് ദ പ്ലാറ്റ്യൂ.
The convected air bifurcate into two branches, one moving north into the Chinese region and the other moving south into the Indian subcontinent. The southward branch cools and becomes denser, eventually sinking as it approaches the African coast, and this sunken air adds moisture to the southeast trade winds, which are then enters into the India as moisture-rich southwest monsoon. പറയുന്നത് ഒന്ന്, ഈ ചൂടിൻ്റെ കാര്യം സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ ടിബറ്റൻ പീഠഭൂമി ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചൂട് ഇന്ത്യൻ എന്താ പറയുക, പെനിൻസുലയോട് അടുത്ത് നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ടിബറ്റൻ പീഠഭൂമി എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ചൂടിനോട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചൂടിനോട് ആഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. അത് വീണ്ടും കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. ആ കാറ്റുകളെല്ലാം ഇന്ത്യൻ ഭൂഖണ്ഡം വഴി തന്നെയായിരിക്കും ടിബറ്റിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ടിബറ്റിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നത്. ഒന്ന്. രണ്ട്, ഈ ടിബറ്റൻ പീഠഭൂമിയിൽ ഉണ്ടാകുന്ന ചൂട് ടിബറ്റിലെ കാറ്റ്, ടിബറ്റിലെ എയർ മോളിക്യൂൾസിനെ ചൂടാക്കി മുകളിലേക്ക് വിടും. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലേക്ക് കാര്യം പറഞ്ഞതുപോലെ ഈ ചൂടായി പോകുന്ന ടിബറ്റിൽ നിന്ന് ചൂടായി ഉയർന്നു പോയ വായു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞത്. അതിൽ ഒരു ഭാഗം ചൈനീസ് കോണ്ടിനെൻറ്റിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ചൈനീസ് രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പോയി സബ്ഡക്റ്റ് ചെയ്യപ്പെടുകയും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പോകുന്നത് ഇക്വേറ്റർ പാസ് ചെയ്ത് ആഫ്രിക്കൻ തീരദേശത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് വന്ന് സബ്ഡക്റ്റ് ചെയ്യുന്നതുമായിട്ട് ആണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ വന്ന് സംഘം ചെയ്ത് ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഇങ്ങനെ വന്നിറങ്ങുന്ന ഈ ഒരു കാറ്റുണ്ടല്ലോ, എയർ ഉണ്ടല്ലോ, ഈ എയർ നമ്മുടെ ഓൾറെഡി ആ ഭാഗത്തോട് വീശിക്കൊണ്ടിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസിന് കൂടുതൽ മോയ്സ്ചർ കൊടുക്കാൻ കാരണമാവുമെന്നാണ് പറയുന്നത്. കൂടുതൽ മോയ്സ്ചർ കൊടുക്കാൻ. അങ്ങനെ ഈ കൂടുതൽ കിട്ടിയ മോയ്സ്ചറും കൊണ്ടുവരുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ കഴിയുമ്പോൾ അത് സൗത്ത് വെസ്റ്റ് എന്ന രീതിയിലേക്ക് മാറി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ മോയ്സ്ചർ ഉള്ളത് കൊണ്ട് കൂടുതൽ മഴയ്ക്ക് കാരണമായേക്കും എന്നും സൂചിപ്പിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ വെറുതെ ടിബറ്റ് ചൂടാകുന്നത് കൊണ്ട് ഹീറ്റുമായിട്ട് നേരിട്ട് അനുപാതത്തിൽ കാറ്റിൻ്റെ വേഗത കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ടിബറ്റിൽ നിന്ന് പോയ കാറ്റ് അല്ലെങ്കിൽ എയർ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഈ ട്രേഡ് വിൻസിന്, ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് കാറ്റുകൾക്ക്, മൺസൂൺ കാറ്റുകൾക്ക് കൂടുതൽ മോയ്സ്ചർ കൊടുക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കൂടുതൽ മോയ്സ്ചറോടുകൂടി വരുന്നവൻ കൂടുതൽ മഴ തരുമെന്നതിൽ വാസ്തവം എന്നതാണ് വാസ്തവം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മൊണക്സ് എക്സ്പെരിമെൻറ്റ്. മൺസൂണൽ എക്സ്പെഡിഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയും. അത് ഇന്ത്യയും USSRും ചേർന്ന് 1973 കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻ്റാണ് മൊണക്സ് എക്സ്പെരിമെൻറ്റ്. എന്തിനെ വാലിഡേറ്റ് ചെയ്യാൻ? ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ തിയറിയെ വാലിഡേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന തിയറിയാണ്, അല്ലെങ്കിൽ എക്സ്പെഡിഷനാണ് മൊണക്സ്. ഇന്ത്യയും USSRും, ഇന്ത്യയും റഷ്യയും തമ്മിൽ കൊണ്ടുവന്നിരിക്കുന്ന തിയറി. The experiment revealed that air uplifted over the Tibetan plateau during summer meets the higher jet stream. The uplifted air assumes the shape of a jet stream and is deflected southward over India. This temporary neo jet stream is known as the tropical easterly jet stream. അതായത് ഈ ടിബറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങി പോകുന്നു എന്ന് പറയുന്നത് ജെറ്റ് സ്ട്രീമുമായിട്ട് കോൺടാക്റ്റിൽ വരികയും ഈ ജെറ്റ് സ്ട്രീമുമായിട്ട് ഒറിജിനൽ ജെറ്റ് സ്ട്രീമുമായിട്ട് ഇത് കോൺടാക്റ്റ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പുതിയ ജെറ്റ് സ്ട്രീം കോൺസെപ്റ്റ്, അത് കുറച്ചുകൂടെ സൗത്ത്വേർഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ മുകളിലേക്ക് എന്നുള്ള രീതിയിൽ സഞ്ചരിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ നിയോ ജെറ്റ് സ്ട്രീം എന്ന് പറയുക. ഓക്കെ, ടിബറ്റിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന കാറ്റ് ജെറ്റ് സ്ട്രീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് ഇന്ത്യയുടെ ഭാഗത്തൂടെ ഒഴുകുന്നതിന്, ഇന്ത്യയുടെ മുകളിലൂടെ ഒഴുകുന്നതിന് കാരണമാവുകയും അങ്ങനെ വരുന്നയാൾ പുതുതായിട്ടുണ്ടായ ജെറ്റ് സ്ട്രീം എന്നുള്ളതുകൊണ്ട് തന്നെ നിയോ ജെറ്റ് സ്ട്രീം എന്ന് വിളിക്കുന്നു. നിയോ മീൻസ് ന്യൂ, നവീനമായത് എന്നാണ് നിയോ എന്നതിൻ്റെ അർത്ഥം. നവീനം, പുതിയത്. ഓക്കെ, അതിനെയാണ് ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റുക. ആസ് ദി എയർ മൂവ്സ് ഇറ്റ് സബ്സൈഡ്സ്, ലോസ് എനർജി, കൂൾസ് ആൻഡ് അക്യൂമുലേറ്റ്സ് മോയ്സ്ചർ. The Mascarene connection. It meets the southeastern trade winds at the Mascarene coast of Africa, resulting in the southwestern monsoon over India that carries significantly more monsoon. ഇപ്പോൾ പറയാറുന്നതിനാണ് ഈ പറയുന്ന ജെറ്റ് സ്ട്രീം ഉണ്ടല്ലോ, ഈ പറയുന്ന നിയോ ജെറ്റ് സ്ട്രീം, അത് പതുക്കെ മൂവ് ചെയ്ത് നമ്മുടെ ഈ പിന്നെ എന്താ പറയുക സൗത്ത് ആഫ്രിക്കൻ കോസ്റ്റിൽ വന്ന് പ്രത്യേകിച്ച് മസ്കറീൻ കോസ്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ട് നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻസിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുകയും അവയിലേക്ക് കൂടുതൽ മോയ്സ്ചർ കൊണ്ടെത്തിക്കും. കാരണം അവൻ തണുത്ത് താഴേക്ക് വരുന്നതനുസരിച്ച് മോയ്സ്ചർ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ മോയ്സ്ചർ കാറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസിൻ്റെ ഭാഗമായിട്ട് ആ മോയ്സ്ചർ ആഡ് ചെയ്യപ്പെടുകയും ഇത് ഇക്വേറ്റർ താണ്ടി വരുമ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ മഴ പെയ്യിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ദി കണ്ടീഷൻ. ടിബറ്റൻ പ്ലാറ്റിൽ ഉണ്ടാകുന്ന ലോ പ്രഷർ, ഹീറ്റഡ് അപ്പ് എയർ മൂവ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീമിൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം അല്ലെങ്കിൽ നിയോ ജെറ്റ് സ്ട്രീം, നിയോ ജെറ്റ് സ്ട്രീം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച സാധനം ഫോം ചെയ്തത് സൗത്ത് വേർഡായിട്ട് ഫ്ലോ ചെയ്ത് വരുന്നു. സൗത്ത് വേർഡായിട്ട് ഫ്ലോ ചെയ്ത് വരുന്ന ഇയാൾ നമ്മുടെ മസ്കറീൻ ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവന്ന് എന്താ പറയുക സബ്സൈഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ആവശ്യത്തിന് മോയ്സ്ചർ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ഈ ട്രേഡ് വിൻസിലേക്ക് മോയ്സ്ചർ ആഡ് ചെയ്ത്
വരുമ്പോൾ ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസിൽ കൂടുതൽ മോയ്സ്ചർ ഉണ്ടാവുകയും ഇന്ത്യയിൽ കാര്യമായിട്ട് കൂടുതൽ മോയ്സ്ചറോട് കൂടിയ മഴ പെയ്യ്ക്കാൻ കാരണമാവുകയും ചെയ്തേക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ കോൺസെപ്റ്റ് എന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള വിശദാംശമെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സീസണൽ വിൻസിനെ പറ്റിയിട്ടായിരുന്നു. സീസണലായിട്ട് ചില സമയങ്ങളിൽ മാത്രം, ഒരു വർഷത്തിലെ പല സമയങ്ങളിൽ മാത്രമായി ഉണ്ടാകുന്ന തരത്തിലുള്ള കാറ്റുകളെയാണ് നമ്മൾ ഈ സീസണൽ വിൻസ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നതാണ്. ആസ് ദി സമ്മർ ടൈം അപ്രോച്ചസ്, അതിൻ്റെ ഒരു സമ്മപ്പ് തന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആസ് ദി അതാണ് സീസണൽ വിൻസ്. ആ സീസണൽ വിൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടയാളും പഠിച്ചിരിക്കേണ്ടയാളുമാണ് നമ്മുടെ ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത്. പ്രധാനമായ 2 കാലഘട്ടം, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അതേ പറ്റിയിട്ടുള്ളൊരു ചെറു പരാമർശം ജനറൽ സെൻസിൽ ഈ ഒരു സീസണൽ വിൻസിൻ്റെ ഫ്ലോ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന പ്രതീക്ഷയും അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തിയറികൾ, 4 പ്രധാന തിയറികളും കൂടി അതുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. തിയറീസ് ഉൾപ്പെടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. തിയറികളുടെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം. ദ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ തിയറി എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം അത് ഇന്ത്യൻ മൺസൂൺ. മൊണക്സ് എന്ന എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെഡിഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കണം അത് ഇന്ത്യൻ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൺസൂണുമായി ബന്ധപ്പെട്ട തിയറിയാണ് അല്ലെങ്കിൽ എക്സ്പെഡിഷൻ ആണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണമെന്ന് സാരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് സമ്മപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ച് വിശകലനം ചെയ്ത് റിവൈസ് ചെയ്ത് വെച്ചേക്കാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക്